ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ന്യൂ ഇയറിൻ്റെ തുടക്കം? ഞങ്ങളൊക്കെ പള്ളിയിലായിരുന്നു. പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയോടെ ഞങ്ങൾ 2025 തുടങ്ങി. അപ്പം എല്ലാവർക്കും ഈ വർഷം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആവട്ടെ. അപ്പോൾ 2025 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2 മണിയായി. കുറച്ച് നേരം കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് മാർക്കറ്റിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കാൻ പോയപ്പോണ്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇതിങ്ങനെ മുഴുവനോടെ കിട്ടി. അപ്പം നമുക്ക് ഇന്ന് ബീട്രൂട്ട് വെച്ച് ഒരു മധുരം ഉണ്ടാക്കാം. 2025 തുടക്കം ഒരു മധുരത്തിലാവട്ടെ അല്ലേ. ഈ ചീരയുടെ ഭാഗമുണ്ടല്ലോ, ഈ ഇലഭാഗം നമ്മൾ സാധാരണ ചീരത്തോരൻ വെക്കുന്ന പോലെ തോരൻ വയ്ക്കാറുണ്ട്. മറ്റേ ബീട്രൂട്ടിൻ്റെ ഭാഗം നമ്മൾ തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി പിടിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും ബീട്രൂട്ട് ഞാനിവിടെ കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല കളറുള്ള ബീട്രൂട്ടാണ്. എൻ്റെ കയ്യിലൊക്കെ നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തതുപോലെ എടുക്കണം. ഇങ്ങനെ പേസ്റ്റ് പരുവത്തിലൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു ചെറിയ തെരിതെരിയായിട്ടിങ്ങനെ പൊടിഞ്ഞതുപോലെ കിട്ടിയാൽ മതിയാവും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ചെറിയ ഭാഗം വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഈ മിക്സിയാണ് ഞാൻ എൻ്റെ എല്ലാ കുക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. അരയ്ക്കാനും അരിയാനും നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനും ഒക്കെ എല്ലാത്തിനും നല്ല സൂപ്പറാണ് കേട്ടോ പ്രീതി സോഡിയാക്കിൻ്റെ ഈ മിക്സി. ഞാൻ തോരൻ അരിയുന്നതും പച്ചക്കറി എല്ലാം നമുക്ക് തോരനോ മെഴുക്കുരുട്ടിയോ എല്ലാത്തിനും അരിയാനൊക്കെ ആയിട്ട് ഈ മിക്സി നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് ബീട്രൂട്ട് മുഴുവൻ നമ്മുടെ മിക്സിയിലിട്ട് ഇതുപോലെ പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ക്രീമായിട്ട് ഇങ്ങനെ ചതഞ്ഞു പോയിട്ടൊന്നുമില്ല, ഇങ്ങനെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിങ്ങനെ അരിഞ്ഞ് ക്രഷാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലും ആ ബീട്രൂട്ടിന് ഒരു കുത്തുന്നൊരു മണമുണ്ടല്ലോ. ഒരു 5-6 മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ച് പാലെടുത്തതാണ്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒറ്റ പ്രാവശ്യമേ എടുത്തിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരും. അപ്പം നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഈ 1 കപ്പിൽ 2 ടേബിൾ സ്പൂൺ മാറ്റിയതിന് ശേഷം ബാക്കി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് ചൂട് തട്ടുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതുപോലെ ആയി വരും. ആ പഞ്ചസാരയുടെ ഒരു വെള്ളമയം ഏകദേശം വറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചില്ലായിരുന്നോ, അതും ഒരു 5-6 ഏലക്കയുടെ അരിയില്ലേ, അരിയും കൂടെ പൊടിക്കുക. ഏലക്ക ഒറ്റയ്ക്ക് നമുക്ക് പൊടിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഏലക്കയും ആ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വളരെ സിമ്മിലാക്കിയിട്ട് ആ ബീട്രൂട്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇപ്പുറത്തെ ഒരു ബർണറിലേക്ക് ഒരു പാൻ വെച്ച് നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ചതയ്ക്കോ പൊടിക്കോ വേണ്ട, നമുക്ക് കത്തി കൊണ്ടാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞതുപോലെ എടുക്കാൻ പറ്റും. അതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, വെള്ളമയമൊക്കെ വറ്റി. ഇനി അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവും നിങ്ങൾക്ക് കുറയ്ക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് കട്ടിയാവാൻ തുടങ്ങും. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 10-15 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവമുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇളക്കിയത്. ആദ്യം തീ കുറച്ച് കൂട്ടിയിട്ടു, പിന്നെ തീ കുറച്ച് വന്നു. ഇപ്പോൾ ഒരു സിം ടു മീഡിയമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സമയമാകുമ്പം നമ്മൾ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടില്ലേ നട്ട്സ്, അത് കുറച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ബീറ്റ്റൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും നട്ട്സ് എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും പിന്നെ നമ്മുടെ ക്രാൻബെറീസൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതൊക്കെ ഇടയ്ക്ക് ഓരോ ബെറീസും പിന്നെ മുന്തിരിയൊക്കെ കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, ഇനി ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ചേർക്കാം, ഈന്തപ്പഴം ഉണ്ടെങ്കിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർക്കാം. എള്ള് നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പച്ചയ്ക്കോ ചേർക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു പാത്രം, നിങ്ങൾക്ക് എന്ത് പാത്രം ഉപയോഗിക്കാം, നിങ്ങളുടെ ചോറ്റുപാത്രമോ ചായപാത്രമോ എന്ത് പാത്രവും നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു. നമ്മുടെ പാനൊന്ന് ചരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ബീറ്റ്റൂട്ടിൻ്റെ ബാറ്റർ ഫുള്ള് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒന്ന് വരും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ഇതിൻ്റെ ബീറ്റ്റൂട്ട് മിക്സിൻ്റെ മേളിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോവുകയോ താഴെ വീഴുകയോ അങ്ങനെ ഇളകിയിരിക്കുകയൊക്കെ ചെയ്യും. നമ്മളൊന്ന് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ ആ ഒരു ബീറ്റ്റൂട്ടിലിങ്ങനെ പറ്റി പിടിച്ചിരുന്നോളും. അതുപോലെ തന്നെ ആ എള്ളിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എള്ളാണ് ഞാൻ എടുത്തത്. അതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ മേളിലേക്കിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു ചെറുതായിട്ട്. ഇപ്പം നമ്മുടെ വിഭവം റെഡിയായിട്ടുണ്ട്. ഇതിന് ബീറ്റ്റൂട്ട് ഹൽവ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതൊന്ന് തണുത്ത് ആ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് അതിൽ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ഷേപ്പില്ലാതെയോ മുറിഞ്ഞോ ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാം. സാധാരണ നമ്മുടെ ഈ ഹൽവ പോലെ വലിയ കട്ടിയൊന്നുമില്ല. കത്തിയെ കൊണ്ട് നന്നായിട്ട് ഈസിയായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ടെക്സ്ചറൊക്കെ നന്നായിട്ടുണ്ട്, സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഉള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ വാനില ഐസ്ക്രീം. വാനില ഐസ്ക്രീമും ഈ ബീറ്റ്റൂട്ട് ഹൽവയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ, അധികം പ്രത്യേകിച്ച് ഇതിനായിട്ട് വാങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഐസ്ക്രീം വേണമെങ്കിൽ വാങ്ങേണ്ടി വരും. ഇപ്പോൾ എല്ലായിടത്തും നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ, അതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം ഒരു വെറൈറ്റി ആയിട്ട് എപ്പോഴും പായസവും ഒക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊന്നൊരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.